എവ്രിവൺ, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ. അപ്പോൾ സമയം ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ട്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. തല നനച്ചില്ല കേട്ടോ. എനിക്ക് ചെറുതായിട്ടൊരു ജലദോഷം ഉള്ളതുകൊണ്ട് ഞാൻ തല നനച്ചില്ല. എനിക്ക് 4 days ആയിട്ട് ലീവാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ സാറ് ലീവാണ്, ഞങ്ങൾക്കും ലീവാണ്. തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് ശരിക്കും ഡ്യൂട്ടിക്ക് പോകാമല്ലോ. ഞങ്ങളുടെ അവിടെ CCUവിൽ വർക്ക് ചെയ്യണ ഒരു ചേച്ചിയുടെ കല്യാണം ആട്ടോ. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. പിന്നെ ഞാൻ കണ്ടില്ലേ, ത്രെഡൊന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഞാൻ വെറുതെ വീട്ടിലിരുന്നെങ്കിലും എനിക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെ പുറത്ത് പോയൊന്നും ചെയ്യാനൊന്നും പറ്റിയില്ല. പോണ വഴിക്ക് പറ്റിയാൽ ത്രെഡൊക്കെ ചെയ്യണം. വേറെ ഒന്നുമില്ല. പിന്നെ ഗിഫ്റ്റ് വാങ്ങാനുണ്ട്. അങ്ങനെ കുറേ പണികളുണ്ട് കേട്ടോ. അപ്പോൾ എന്താ, വേഗം പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് റെഡിയാവാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടന്നാൽ അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ ഡ്രസ്സ്. കുറേ സ്ഥലത്തേക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഡ്രസ്സ്. പിന്നെ എന്താ വെച്ചാൽ ഞാൻ കണ്ണൊന്നും എഴുതിയിട്ടില്ല. ജസ്റ്റ് സ്കിൻ കെയറും ഒക്കെ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെന്താ, ബാക്കി കണ്ണൊക്കെ നമ്മൾ ത്രെഡ് ചെയ്യുകയാണെങ്കിൽ, ത്രെഡ് ചെയ്തവർക്കൊക്കെ അറിയാമല്ലോ, ഇങ്ങനെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിന്നൊക്കെ വെള്ളം വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ കണ്ണെഴുതൊക്കെ ഭദ്രകാളിയുടെ പോലെയും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ത്രെഡൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മളെന്തായാലും ഹോസ്പിറ്റലിൽ കയറിയിട്ടാണ് പോവുള്ളൂ. അപ്പോൾ അവിടെ കയറിയതിന് ശേഷം ജസ്റ്റ് എന്തെങ്കിലും കണ്ണെഴുതിയിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് ബ്യൂട്ടി പാർലർ ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ ത്രെഡ് ചെയ്തിട്ട് വേഗം കുന്നംകുളത്തേക്ക് പോവാം. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. അങ്ങനെ ഞാൻ അതേ ഫുഡ് കഴിച്ചു. വെള്ളയപ്പായിരുന്നു. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു 5 മിനിറ്റുള്ള ബ്യൂട്ടി പാർലർക്ക്. അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞാൻ ത്രെഡൊക്കെ ചെയ്ത് കുന്നംകുളത്തേക്ക് പോയിട്ട് അവിടെ സണ്ണിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. തസ്നിക്ക് എന്തോ എമർജൻസി ഉള്ളതുകൊണ്ട് കല്യാണത്തിന് വരാൻ പറ്റിയില്ല. ഞങ്ങൾ ബാഗ് വാങ്ങാൻ പോണ വഴി പൂമ്പാറ്റ ഇങ്ങനെ പോകുന്ന തേൻ കുടിക്കുന്നത് കണ്ടു. ആദ്യം ഞങ്ങൾ പോയത് പാലിയത്ത് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് കേട്ടോ. എൻ്റെ അച്ഛനമ്മയുടെ വെഡിങ് ആനിവേഴ്സറിക്ക് അമ്മയ്ക്ക് ഞാൻ ബാഗ് ഗിഫ്റ്റ് ചെയ്ത് ഈ ഒരു ഷോപ്പിൽ നിന്നായിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ ഉദ്ദേശിച്ച ടൈപ്പ് ഒരു ബാഗ് അവിടെ നിന്ന് കിട്ടാത്തതുകൊണ്ട് ബാഗ് ഞങ്ങൾ വാങ്ങിയില്ല. തൽക്കാലം സണ്ണ് ഒരു ഷീറ്റ് മാസ്ക് മാത്രം വാങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ ഓപ്പോസിറ്റുള്ള സ്പ്ലാഷ് എന്ന് പറഞ്ഞ കടയിൽ കയറി. അവിടെ ഈ ഒരു 2 ബാഗ് ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടോ. കുഞ്ഞു ബാഗാണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ആ ബാഗ് തന്നെ ഫൈനലൈസ് ചെയ്ത് അത് പാക്ക് ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ. തൊട്ടപ്പുറത്തുള്ള മിലാനോ എന്ന് പറഞ്ഞൊരു ഫാഷൻ സ്റ്റോറിലൂടെ കയറി. ഒന്നും വാങ്ങിയൊന്നുമില്ല, ജസ്റ്റ് ചുറ്റിയിരുന്ന് ഇറങ്ങി. ഇത്രയും നേരം നടന്നതിൻ്റെ ഒരു പരവേശമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് നന്നായി ദാഹിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ബസ് സ്റ്റാൻഡിന് തൊട്ടപ്പുറത്തുള്ള ഫാമിലി ബേക്സ് എന്ന് പറഞ്ഞൊരു ബേക്കറിയിൽ കയറി. സനിക്ക് വിശക്കുണ്ട് പറഞ്ഞുകൊണ്ട് അവളൊരു ചിക്കൻ കട്ട്ലേറ്റ് വാങ്ങിയിട്ടോ. ഞാൻ വീഡിയോ എടുക്കാമെന്ന് അറിഞ്ഞുകൊണ്ട് അവളിങ്ങനെ സോസ് ഇങ്ങനെ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്ത് വരയ്ക്കുമായിരുന്നു. എനിക്ക് ദാഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഗ്രേപ്പ് ജ്യൂസ് വാങ്ങി. സന ഒരു മൂസമ്പി ജ്യൂസ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരെ ഞങ്ങൾ ബസ് കയറി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോയി. ബാക്ക് സൈഡിൽ കൂടി ആട്ടോ കയറിയത്. ഇതേ കൂടിയാണ് കാഷ്വാലിറ്റിക്കും പിന്നെ കാർഡിയോളജി ഒപ്പിക്കും പോവുക. ഒരു 11:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. നേരെ സരിച്ചേച്ചിനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തേക്ക് പോയി. ആദ്യം ഞങ്ങൾ പള്ളിയിൽ പോകാമെന്നോട്ടോ വിചാരിച്ചത്. പക്ഷേ മനസ്സമ്മതം 11:30 ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ 11:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നേരെ ഓഡിറ്റോറിയത്തേക്ക് വരാം. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും ചെക്കനും പെണ്ണ് എത്തുന്നു. നമ്മളൊരു 12 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടോ. അപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ കുറച്ചധികം നേരത്തെ എത്തിപ്പോയെന്ന്. കാരണം ഡെക്കറേഷൻ്റെ വർക്ക് പോലും എൻഡിങ് സ്റ്റേജിലായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 1.5 മണിക്കൂർ ഞങ്ങളവിടെ പോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഏറ്റവും വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഓട്ടോറിക്ഷക്കാരനവിടെ വെയിറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. ആ ചേട്ടൻ അത്ര നേരം വെയിറ്റ് ചെയ്യുമോ, എത്രയാണ് വെയിറ്റിംഗ് ചാർജ്, അതൊക്കെയായിരുന്നു കേട്ടോ പിന്നീടുള്ള ടെൻഷൻ. ഒരു 1:15 ആയപ്പോഴായിരുന്നു ചെക്കനും പെണ്ണും എൻട്രി ചെയ്തത്. ഇതാട്ടോ നമ്മുടെ കൂടെ CCUവിൽ വർക്ക് ചെയ്യണ ചേച്ചി. വിബിധാനാണ് ഈ ചേച്ചിയുടെ പേര്. ചെക്കൻ്റെ പേര് ലിജോ എന്നാട്ടോ. അവർ വന്നതിന് ശേഷം സ്റ്റേജിൽ കയറി. ക്രിസ്ത്യൻ വെഡിങ്സിന് കുറേ സെറിമണീസ് ഉണ്ടെന്ന് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. ആദ്യം യൂണിറ്റി ക്യാൻഡിൽ കത്തിക്കാനുള്ള പരിപാടിയായിരുന്നു. പിന്നെ കേക്ക് കട്ടിങ് ആയിരുന്നു. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ചേച്ചിയുടെ ചേട്ടനും ഭാര്യയും കൂടിയിട്ട് വൈൻ കൊടുത്തിട്ട് അവരെ വൈൻ ടോസ് ചെയ്യിക്കുക, ആ ഒരു പരിപാടിയായിരുന്നു. പിന്നെ ചെക്കനും പെണ്ണും കൂടി അത് എക്സ്ചേഞ്ച് ചെയ്ത് കുടിക്കണമൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം ഈ മാല അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുക്കുന്ന പരിപാടിയായിരുന്നു. പിന്നെ ചന്ദനം തൊടിയിച്ച് കൊടുക്കുക, ആ ഒരു പരിപാടിയായിരുന്നു കേട്ടോ. കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ താഴോട്ടേക്ക് ഇറങ്ങി. സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ഗുലാബ് ജാം, ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ ഒരു ആപ്പി ഫിസൊക്കെ വാങ്ങി വീട്ടിലോട്ട് പോയിട്ടോ. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. നല്ല ടയേർഡായിട്ടോ. കാരണം നമ്മൾ വെയിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഓട്ടോയിൽ പോയി. പിന്നെ നിറയെ പൊടിയും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഡള്ളായി പോയി. ഇനി എന്തായാലും ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങും കേട്ടോ. അതിനുശേഷം നമുക്ക് എണീറ്റിട്ട് ചായ കുടിക്കാം. അപ്പോൾ ഞാൻ ഒന്ന് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം കേട്ടോ. ഉറങ്ങി എണീറ്റതും മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കണ്ട് ചായയും പപ്പടവടയും കൂട്ടിയിട്ട് കഴിച്ചു. ഇന്ന് നൈറ്റ് കഴിക്കാൻ ദോശയാണ്. ദോശമാവ് നമ്മൾ ഓൾറെഡി കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ. അപ്പോൾ ഞാനാണിന്ന് ദോശ ഉണ്ടാക്കുന്ന ആൾ. ദോശയും പിന്നെ ചമ്മന്തി, തക്കാളി ചമ്മന്തി ഉണ്ട്. ഞാൻ കാണിച്ചു തരാട്ടോ. എൻ്റെ റെസിപ്പി ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടുന്നുണ്ട്. പിന്നെ സാമ്പാറും ഉണ്ട്. അപ്പം അത്രയാണ് നമ്മുടെ രാത്രിയിലത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശയ്ക്ക് വേണ്ട നെയ്യും പാനും മാവൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് ദോശയുടെ കൂടെ കുറേ നെയ്യ് വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ദോശയിൽ ഞാൻ കുറേ അധികം നെയ്യ് അങ്ങോട്ട് ഇടും. പിന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് എനിക്ക് കഴിക്കാൻ ഇഷ്ടം കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഞാൻ ഇഷ്ടം വിചാരിക്കുന്നു. അങ്ങനെ ഞാൻ ദോശ നന്നായി മൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അധികം ദോശയൊന്നും കഴിക്കേണ്ട. ഞാനൊരു 1.5 ദോശയ്ക്കേ കഴിക്കുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് നല്ല ചൂട് സാമ്പാറും തക്കാളി ചട്നി ഉണ്ടായിരുന്നു. തക്കാളി ചട്നിയുടെ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും അറിയാത്തവരൊന്ന് നോക്കി നോക്കുക.
പിന്നെ ഞാൻ മലയാളി ഫ്രമിൻ്റെ കണ്ടു നോക്കി, പക്ഷേ എനിക്കധികം ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ സ്ട്രേഞ്ചർ തിങ്സ് കണ്ട് ഫുഡ് കഴിച്ചു കേട്ടോ. സ്ട്രേഞ്ചർ തിങ്സ് ഞാൻ സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ റൂമിൽ വന്നു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചതിന് റൂമിൽ വന്നു, ഒന്ന് നന്നായി ഹെയർ വാഷ് ചെയ്തു. കാരണം രാവിലെ മൊത്തം പൊടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര അലച്ചിലായിരുന്നുകൊണ്ട് ഭയങ്കര തലയ്ക്കൊക്കെ ഭയങ്കര എന്തോ ഉഷ്ണമൊക്കെ പിടിച്ചിട്ട് ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ തലയൊക്കെ ഒന്ന് വാഷ് ചെയ്തു. ഇനി നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു പുതിയ ബുക്ക് വാങ്ങിയിട്ടുണ്ട്. ഇക്കിഗായ് നാട്ടിൽ ബുക്കിൻ്റെ പേര്. ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിന് ഇംഗ്ലീഷാണ് വാങ്ങിയത്, പക്ഷേ ഇതിൻ്റെ മലയാളവും തമിഴും എല്ലാ ലാംഗ്വേജസും അവൈലബിൾ ആണ്. നമ്മുടെ സ്വന്തം ലാംഗ്വേജ് ചൂസ് ആയിരിക്കും ഒന്നുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കാരണം ഇംഗ്ലീഷ് വായിച്ചപ്പോൾ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം ലാംഗ്വേജ് ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവാൻ എളുപ്പമാവുമെന്ന് തോന്നുന്നു. ഇത് അടിപൊളി ബുക്കാണ് കേട്ടോ റിവ്യൂസ് കണ്ടത്. അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് നേരം വായിക്കട്ടെ. അതിനുശേഷം നമുക്കിനി 11-ാം തീയതി ഹോസ്പിറ്റലിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് പഠിക്കാനല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് താഴെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പാട്ടിട്ടൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചേക്കാന്ന് കരുതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ബുക്ക് വായിക്കട്ടെ, എന്നിട്ട് നമുക്ക് താഴെ പോയിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞാൻ ബുക്കിരുന്ന് വായിച്ചു കേട്ടോ. ഒരു 5-6 പേജ് ഞാനിരുന്ന് വായിച്ചുള്ളൂ. അതിനുശേഷം ഞാൻ താഴോട്ടേക്ക് പോയി. കാരണം ഡാൻസ് പ്രാക്ടീസ് ആയിട്ട് വേണം നമുക്ക് കിടന്നുറങ്ങാൻ. ഇപ്പം തന്നെ സമയം ഒരു 9:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴേക്ക് പോയി നോക്കിയപ്പോഴാണ് കുറച്ച് മുമ്പ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ ഗുരുവായൂരമ്പലത്തിൽ പ്രസാദം കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇത് അടയാട്ടോ, നല്ല ടേസ്റ്റുള്ള അടയാണ്. പിന്നെ ഇത് മറ്റേ അവലും ശർക്കരയൊക്കെ ആക്കിയിട്ടുള്ള പ്രസാദമാണ്. അങ്ങനെ അതൊക്കെ കുറച്ച് നേരം എടുത്ത് കഴിച്ചു. നമ്മൾ നേരെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോയി കേട്ടോ. ഈ ഒരു പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഡേ ഇങ്ങനെ തീരാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡാൻസ് ഒരു 2-3 പാട്ട് ഓൾമോസ്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് ഇനി 2-3 ദിവസത്തിനുള്ളിൽ സെറ്റാക്കണം. ഹോസ്പിറ്റൽ ഡേ ആയതുകൊണ്ട് കേട്ടോ ഇത്ര ടെൻഷൻ. കാരണം ഡോക്ടേഴ്സൊക്കെ കാണാനുണ്ടാവും. അപ്പോൾ അവരുടെ മുൻപിൽ ഒന്നരയാണ്ട് നിൽക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിരിക്കണം. അപ്പം ഇനിയുള്ള ദിവസങ്ങൾ കുറച്ച് നന്നായി പ്രാക്ടീസ് ചെയ്ത് സെറ്റാക്കണം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. അധികം കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു കല്യാണത്തിന് പോയി, അങ്ങനെ ഒരു നോർമൽ ഒരു ഡേ ആയിരുന്നു. അപ്പം ഇന്നത്തെ ദിവസം എനിക്ക് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നിങ്ങൾക്കും അടിപൊളിയായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ, ഗുഡ് നൈറ്റ്.